റഹ്മത്തായ മലായിക്കത്ത് തനസ്സുലു റഹ്മ അല്ലെ, അപ്പടിതാൻ മലായിക്കത്ത് ഇറങ്ങും. റഹ്മത്തായ മലായിക്കത്ത് ഇറങ്ങിയ പിന്നെ ദുആ കേൾക്കുന്ന ദുആ എല്ലാം കബൂൽ താൻ. നമുക്ക് ഏറ്റവും വലിയ ദുആ യാ മുഖല്ലിബൽ ഖുൽ സബ്ബിത് ഖൽബി അലാ ദീനിക്. നല്ല ദീനിൽ വേണം, ദീൻ ഉറച്ചിക്കണം. അതാണ് എല്ലാവർക്കും ഭയം. മൊയ്തീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കാലത്ത് ശൈത്താൻ വന്നിട്ട് കേൾക്കുന്നത് എല്ലാം ഹലാലായത് ഹറാമായത് എല്ലാം ഹലാലാക്കി ചെല്ലപ്പോ മൊയ്തീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇല്ല ഇത് ശൈത്താൻ. അപ്പൊ ശൈത്താൻ എന്നാ ചെല്ലിയിരിക്കുന്നറിയോ? ശൈത്താൻ ചെല്ലിയിരിക്കുന്നത് ഓ നിങ്ങളെ മാര് 8 പേരാ ഞാൻ ഇപ്പഴും ഹലാക്കാക്കി പൊട്ടി. 8 പേരാ. കണ്ടീഷന് ഈമാനിൽ ഇറക്കണം. നമ്മൾ ആബായിങ്ങള് ശ്രദ്ധിക്കണം. വാപ്പമാർ ഉപ്പാപ്പന്മാർ കേൾക്കാത്ത എന്തെങ്കിലും ചൊല്ലി കേട്ടാ നമ്പക്കൂടാതെ. നമ്മളെ ഇമാമിങ്ങളെല്ലാം ചൊല്ലിപ്പോയിരിക്കുന്നത്. പുതിയ 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 ആൾക്കാർ വന്ന് പുതിയ പുതിയ തരീക്കത്തും പുതിയതും അതൊന്നും പിൻപറ്റക്കൂടാതെ പുതിയ അതാ പറയുന്നത് ഔലിയാക്കന്മാർ ചരിത്രം പഠിപ്പിക്കണം. ഒരാൾ കേൾക്കുന്നത് ഔലിയാക്കന്മാർ ചരിത്രം കേൾക്കുന്നത് ഖുർആനിലായിരിക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലെ ആസിഫിന് പറക്കിയ വലിയുള്ള അവർ അന്ത ക്രൗൺ കൊണ്ടുവന്നിരിക്കുന്നത് അവരെ മജ്‌ലിസിൽ ഒരു നിമിഷം കൊണ്ട് இந்த ചരിത്രം എല്ലാം അള്ളാഹ്ക്ക് തേവയാ. இந்த ഔലിയാക്കന്മാർ ചരിത്രങ്ങളും കറാമത്തും ചെല്ലാൻ അള്ളാഹ്ക്ക് തേവയാ. ഒരാൾക്ക് ഈമാൻ കൊടുക്കാൻ തേവയാ ഇല്ല, തേവില്ല. എന്നുള്ള കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഔലിയാക്കന്മാർ ചരിത്രം പഠിക്കണം, പറഞ്ഞു കൊടുക്കണം, ചൊല്ലിക്കൊടുക്കണം, കറാമത്ത് ചൊല്ലിക്കൊടുക്കണം. അള്ളാഹ് കാട്ടിത്തന്നിരി ഖുർആനിൽ. മറിയം ബീബി റളിയല്ലാഹു തആല നബിയാ ഇല്ല. അങ്ങനെ ഔലിയാക്ക സൂറത്തുൽ ഖഹഫിൽ 4 ഔലിയാക്കന്മാർ ചരിത്രം. സൂറത്തുൽ ലുഖ്മാൻ റളിയല്ലാഹു ഔലിയാക്കന്മാർ സൂറത്തെ ഇരിക്കുന്നത്. സൂറത്തുൽ മറിയം ഔലിയാക്കന്മാർ സൂറത്താണ്. ഔലിയാക്കന്മാരെയും സഹാബാക്കളെയും എല്ലാ ഔലിയാക്കന്മാരെ ഏറ്റവും വലിയ ദർജ ആരാ? സഹാബാക്കളാണ്. ഔലിയാക്കന്മാരില് ഏറ്റവും വലിയ ഔലിയാക്കന്മാരെ സഹാബാക്കളാണ്. അവരെ ദർജ അവരെ പേശിക്കൊണ്ടേയിരിക്കും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദർ മൗലൂദ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ സഹാബാക്കളെ അല്ലേ പഠിക്കാം. ഇതെല്ലാം ചൊല്ലിക്കൊടുത്ത് ഇൻഷാ അല്ലാഹ് നല്ല ഈമാൻ ചിന്ന വയസ്സിൽ നിങ്ങൾക്ക് പിള്ളേർക്ക് ഔലിയാക്കന്മാർ ചരിത്രം ചൊല്ലിക്കൊടുക്കണം. ഒരു എക്സാം ചെല്ലാൻ പിടിക്കുക. ഒരിടത്ത് ഒരു പെരിയ ചൊല്ലിക്കാരുണ്ട്. അവൻ മഹാൻ, അവനും കൊഞ്ചം വഹാബീസൻ. അവൻ ചൊല്ലി നമ്പക്കൂടാതെ കുറെ പുറവ് ഞാൻ കണ്ടവനാ മഹന. നീ എന്താ ഇപ്പൊടി? ഞാൻ അള്ളാഹ് നമ്പുന്നില്ല. എന്റെ വാപ്പ ചൊല്ലിക്ക് കറാമത്ത് നമ്പ. ഞാൻ ഖുർആൻ പാക്കുമ്പോ എല്ലാം കറാമത്തും എല്ലാം സൂപ്പർ സ്മാൻ സ്റ്റോറി എന്നാണ്. അവന്റെ വാപ്പ ചൊല്ലി കൊടുത്ത് അവനക്ക് ഒരു മുനാഫിക്ക് തരമാണ്. അവൻ ഖുർആൻ ഓതുമ്പോ இந்த ചരിത്രം தான் കാണുന്നു. ചരിത്രം കണ്ട് അവൻ ഇതിനെ എനിക്ക് ലോജിക്കൽ ഐ കാൻ ബിലീവ്. എങ്ങനെ സുലൈമാൻ നബിയുടെ കാലത്ത് കൗണ്ട് ബ്രിങ് നമ്പുന്നില്ല. കാരണം ചിന്ന വയസ്സിലെ ഹുബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് പഠിപ്പിക്കണം. മുഅ്ജിസാത്ത് ഒരു 99 ഒരു ലക്ഷം മുഅ്ജിസാത്ത് ഒരു 40 100 പഠിപ്പിക്കണം പിള്ളേർക്ക്. ചിന്ന വയസ്സിൽ ഔലിയാക്കന്മാർ കറാമത്ത് പഠിപ്പിക്കണം. അല്ലെങ്കിൽ പിള്ളേർക്ക് கொஞ்சம் വ്യവസായത്തിൽ എന്ന് പറഞ്ഞാൽ கொஞ்சம் பெருசாയിട്ട് போட்டுக்கொள்ள கஷ்டமாயிக்கும். சின்ன வயசுல போட்டா அவன் நல்ல சுன்னத்து ஜமாഅത്ത്. വേറെ വിഷയം தெரியுமா? ഒരു വിഷയം കൂടി പേശി പോരുക. കാരണം എന്റെ മഹാൻ പഠിക്കുന്നത് MBBS FRCC എല്ലാം പഠിച്ചിരിക്കുന്നത്. ദീന് കൊഞ്ചം താൻ പഠിച്ചിരിക്കുന്നത്. മൗലാനമാരുടെ കളക്ഷൻ ഇല്ല. ഉസ്താദ് നല്ല സുന്നത്ത് ജമാഅത്ത് ഉസ്താദ് കളക്ഷൻ അതും ഇല്ല. അപ്പൊ അവൻ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റി പഴകുമ്പോ പിള്ളേർ ചെയ്ത് ഇതെല്ലാം ഷിർക്കടാ ഇതെല്ലാം ഷിർക്ക് മജ്‌ലിസ് ഷിർക്ക് അപ്പടി ഷിർക്കാ. അപ്പൊ ഉമ്മാനടുത്തല്ലേ ഉമ്മ ഷിർക്ക് പോലും ഉമ്മാക്കും தெரியாതെ ഇതൊക്കെ അതിന്റെ ആധാരം എന്നും தெரியாതെ ചില ഉമ്മമാർ അവരോട് ചേർന്ന് എത്രയോ ശ്രീലങ്കയിൽ അക്കരെ ഇരിക്കുന്നത് എത്രയോ ആൾക്കാർക്ക് അപ്പടിയോട് ചേർന്ന് അപ്പടിയോ വഹാബിസത്ത് പോയി. ഇപ്പടിதான் നടക്ക്. ഒന്നിക്ക് പോലാണ് നിങ്ങൾ നല്ല സുന്നത്ത് ജമാഅത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. പിള്ളേർ കണക്ഷൻ ഇല്ല. മൗലാനമാരോട് കണക്ഷൻ ഇല്ല. ഉസ്താദുമാരോട് കണക്ഷൻ ഇല്ല. മജ്‌ലിസിനോട് കണക്ഷൻ ഇല്ല. നിങ്ങളെ സ്വത്ത് നിങ്ങളെ അസറ്റ് നിങ്ങളെ കൊണ്ടതാണ്.
ഇൻഷാ അല്ലാഹ് അല്ലെ മാറ്റണം ഇൻഷാ അല്ലാഹ് അല്ലെ. മൗലാനമാർക്ക് എല്ലാ മജ്‌ലിസിൽ കൊണ്ടുവരണം, എല്ലാ മജ്‌ലിസിൽ പങ്കെടുപ്പിക്കണം, എല്ലാ മജ്‌ലിസ് കൊണ്ടുവന്ന് പിള്ളേരെ നല്ല പഠിപ്പിച്ച് സുന്നത്ത് ജല മൗലാനമാരോട് കണക്ഷൻ ഇരിക്കണം. അല്ല ഉസ്താദ് നല്ല സുന്നത്ത് ജമാഅത്ത് ഉസ്താദുമാരോട് കണക്ഷൻ ഇരിക്കണം. അവർക്ക് ചൊല്ലിക്കൊടുത്താൽ ഖുർആനിൽ ഔലിയാക്കന്മാർ ചരിത്രം ഉണ്ടാ. സ്താദോ ഇത് ഇപ്പിടിതാ ഇപ്പിടി ഇരിക്കോ ഞാൻ കിട്ടേക്ക ലാസ്റ്റ് ടൈം എന്റെ കണ്ടി ഭയം പണുവാ മൗലാന ഇപ്പതാണ് தெரியும் എനിക്ക് ഖുർആനിൽ ഔലിയാക്കന്മാർ ചരിത്രം ചൊല്ലി എനിക്ക് ഇപ്പതാണ് എനിക്ക് தெரிയുന്നാണ്. ആരും ചൊല്ലി കൊടുക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അതിനൊരു മജ്‌ലിസ് കൂടി ഉണ്ട്, അതാണ് എല്ലാം ശരിയായി. കുറെ വിഷയങ്ങൾ 5-6 വിഷയം എല്ലാവരും ഇരിക്കുന്നു. പിന്നെ എനിക്ക് മജ്‌ലിസ് വിഷയത്തിൽ ഞാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ ദുആ ഓതിക്കാൻ പോവാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യഫ്ദു കാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ذنوبنا خطايانا كلها رب العالمين. اللهم إنا نسألك علما نافعا وعملا متقبلا رزقا حلالا طيبا قلبا خاشعا في طاعة مرضات محبة رسولك النبي الكريم خلقا حسنا لسانا ذاكرا زوجا صالحا ذرية طيبة إيمانا كاملا يقينا صالحا وزيارة مرضية والفوز بالجنة والنجاة من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على سيدنا محمد بالقلوب دواهية عافية أبدان شفاهية نور الأبصار هاهية وعلى آله وصحبه وسلم. يا الله يا الله يا الله مجلس കൊള്ളണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് ഈമാൻ തഖ്വയും തന്നുകൊള്ളണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് തേപ്പെട്ടവർക്ക് ഈമാനും തഖ്വയും തന്നുകൊള്ളണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തും കാക്കണേ അല്ലാഹ്. എല്ലാ ശർറും കാക്കണേ അല്ലാഹ്. എല്ലാ കഷ്ടത്തും കാക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും കാക്കണേ അല്ലാഹ്. എല്ലാ സഹറും കാക്കണേ അല്ലാഹ്. എല്ലാ കണ്ണേറും കാക്കണേ അല്ലാഹ്. എല്ലാ ഫിത്നക്കാരിൽ കാക്കണേ അല്ലാഹ്. എല്ലാ പുറമക്കാരിൽ കാക്കണേ അല്ലാഹ്. എല്ലാ ആക്സിഡന്റും കാക്കണേ അല്ലാഹ്. എല്ലാ ആക്സിഡന്റും മൗത്തും കാക്കണേ അല്ലാഹ്. മൗത്തും കാപ്പാക്കണേ അല്ലാഹ്. ആഫിയത്തുൽ ഹയാത്ത് നിലവാക്കണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തും കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ബറക്കത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദേവപ്പെട്ട ഒരുപാട് പേരുണ്ട് മൗത്തായിരിക്കുക അല്ലാഹ്. ഇത് ഖബറിലാണ് അല്ലാഹ്. വാപ്പ മൗത്തായവരുണ്ട്, ഉമ്മ മൗത്തായവരുണ്ട് അല്ലാഹ്. കുടുംബം മൗത്തായവരുണ്ട് അല്ലാഹ്. പിള്ള മൗത്തായവരുണ്ട് അല്ലാഹ്. അവർ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിൽ അദാബും കൊടുക്കല്ലേ അല്ലാഹ്. ഖബറിലെ ഒരു പണിഷ്മെന്റ് കൊടുക്കല്ലേ അല്ലാഹ്. ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. വിട്ട മൗത്തായ അലവി മൗലാനിന്റെ മാമി അവർ ഖബറും സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു പാവമായ എല്ലാ പാവം മன்னிപ്പ് കൊടുക്കണേ അല്ലാഹ്. ഒരു പണിഷ്മെന്റ് നീ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ പിള്ളേ സാലിഹായ പിള്ളേരാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധി കൊടുക്കണം അല്ലാഹ്. നല്ല പഠിപ്പ് കൊടുക്കണം അല്ലാഹ്. നാഫിയ ഇൽമ കൊടുക്കണം അല്ലാഹ്. അവരെ മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. അവരെല്ലാം ഹറാമിത്ത് കാക്കണേ അല്ലാഹ്. ഹറാമിത്ത് വന്ന എല്ലാവരെയും നിക്കാക്കണേ അല്ലാഹ്. അവരെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. നല്ല പഠിപ്പ് കൊടുക്കണം അല്ലാഹ്. ഉഖറയ ആലിമാക്കണേ അല്ലാഹ്. സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എക്സാമിനിരുന്നവർ നല്ല മാർക്കോട് പാസ്സാകണേ അല്ലാഹ്. നല്ല ബുദ്ധി കൊടുക്കണം അല്ലാഹ്. നല്ല ഓർമ്മശക്തി കൊടുക്കണം അല്ലാഹ്. നല്ല മെമ്മറി പവർ കൊടുക്കണം അല്ലാഹ്. അവരെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ബറക്കത്തിലാക്കണേ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. ഞങ്ങളുടെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എത്രയോ നസ്ലിനെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്. യാ സലാം യാ അല്ലാഹ്. യാ അല്ലാഹ് ഈ മജ്‌ലിസിലെ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ദുആ കൊണ്ട് ചെയ്ത ഒരുപാട് പേരുണ്ടല്ലാഹ്. അവരെ ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലാഹ്. ആക്കത്തെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലാഹ്. അല്ലാഹ് എല്ലാം ലോയോഗായ അല്ലാഹ് അതെല്ലാം தெரிയുന്നവനാണ് അല്ലാഹ്. യാ ഞങ്ങൾക്ക് ഡോക്ടർ യാ അല്ലാഹ്. യാ ഞങ്ങൾക്ക് ശിഫ യാ അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്. യാ സലാം യാ അല്ലാഹ്. എല്ലാ നസ്ലും ശിഫയാക്കി തരണേ അല്ലാഹ്. എല്ലാ നസ്ലും ശിഫയാക്കി തരണേ അല്ലാഹ്. ഒരു ബൈപ്പാസ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. എല്ലാ സർജറി കാക്കണേ അല്ലാഹ്. എല്ലാ ബൈപ്പാസ് തൊട്ട് ഞങ്ങളെ കാപ്പാത്തണേ അല്ലാഹ്. എല്ലാ സർജറി തൊട്ട് കാപ്പാത്തണേ അല്ലാഹ്. എല്ലാ കെട്ട നസ്ലും ഞങ്ങളെ കാപ്പാത്തണേ അല്ലാഹ്. എല്ലാ വലിയ വലിയ നസ്ലും കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്. സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് മன்னிപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ ലൈഫിലെ പാപം ചെയ്തവരാണ് അല്ലാഹ്. വിശുദ്ധമായ പാപം ചെയ്തവരാണ് അല്ലാഹ്. എല്ലാ പാപങ്ങളും മன்னிപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ സീക്രട്ട് ലൈഫ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സീക്രട്ട് ലൈഫ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഏറ്റുകൊള്ളണേ അല്ലാഹ്. ഞങ്ങളെല്ലാ പാവങ്ങളും മன்னிപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാനോട് മൗത്താക്കണേ അല്ലാഹ്. ദീനത്തായ ഈമാനോട് മൗത്താക്കണേ അല്ലാഹ്.
കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടല്ല, കടം വീട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കണമല്ല, കടം കൊണ്ട് ഞങ്ങളെ മൗത്താക്കല്ല, കടം തിരുപ്പി കൊടുക്കാനുള്ള വഴി കാട്ടി കൊടുക്കണം അല്ലാ, കടം വീട്ടി കൊടുക്കാനുള്ള വഴി കാട്ടി കൊടുക്കണമല്ല. നമ്മളെ വൈഫ് മോളെ ഉമ്മായ അല്ല പിള്ളായ അല്ല, അവരെല്ലാം നീ ഇസ്സത്തിലാക്കണമല്ല, ബറക്കത്തിലാക്കണമല്ല, അവർക്ക് ഇസ്സത്തിലാക്കണമല്ല, അവരെല്ലാം നിയമത്തിലാക്കണമല്ല, അവരെല്ലാം നസ്ലിന് ശിഫാക്കി കൊടുക്കണമല്ല. ഈ മജ്ലിസ് വന്നവരെല്ലാം ഹലാഹത്ത് നിറവേറ്റണേ അല്ല, ഞങ്ങളെ ഇസ്സത്തിലാക്കണമല്ല. അല്ലാഹ് ഗീബത്ത് പറയുന്ന നാക്ക് ഞങ്ങൾക്ക് തരല്ല, അസൂയ വറാവത്തിന്റെ കൽബ് ഞങ്ങൾക്ക് തരല്ല, ഗീബത്ത് പറയുന്ന മജ്ലിസ് ഞങ്ങൾക്ക് തരല്ല, എല്ലാ ഗീബത്തും ഞങ്ങളെ കാക്കണേ അല്ലാ, ഗീബത്ത് പറയുന്ന നാക്ക് ഞങ്ങൾക്ക് തരല്ല, വറാവ് വെക്കുന്ന കൽബ് ഞങ്ങൾക്ക് തരല്ല. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെല്ലാ പാപങ്ങളും മன்னிப்பு തരണമല്ല, ഗീബത്ത് പറഞ്ഞു വേണ്ട അവരെ പാപം മன்னிപ്പ് കൊടുക്കണമല്ല. എല്ലാ കാരണം കൊണ്ട് ഞങ്ങളെ നരകത്തിൽ പോടല്ലേ അല്ലാ, ഞങ്ങളെ നീ കൽബ് നന്നാക്കി തരണമല്ല, കൽബ് സലീമാക്കി തരണേ അല്ലാ. യാ അവ്വലുൽ അവ്വലീൻ യാ ആഖിറുൽ ആഖിരീൻ യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ റഹീമൽ മസാകീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه محمد وعلى آله رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين.